തട്ടിയാ ഓപ്പോസിറ്റ് രണ്ട് ടീമാണ്. ഒന്ന് KSRTC ടീമും ഒന്ന് KSEB ആണ്. രണ്ട് സർക്കാർ വണ്ടികളാ. ഒന്ന് വീഡിയോ എടുക്കട്ടെ. KSEB-ക്കാരാണ് ഒന്ന്. റൈറ്റ് ഒന്നും എടുക്കാല. ആ പെയിന്റ് പോയാൽ കുഴപ്പമില്ല, ആ റീപ്പ് പോയാലും കുഴപ്പമില്ല. ഇത് KCB കോൺട്രാക്ട് കൊടുക്കണം. ഇതിങ്ങനെ വരാൻ പാടില്ലല്ലോ. എല്ലാം അറിയാം, കുഴപ്പമില്ല. പിന്നെ ഒന്നി കോമ്പൻസേഷൻ തരുമോ അല്ലെങ്കിൽ പോലീസ് കാര്യം സെറ്റാക്കാം. അത് നിങ്ങൾ അതിപ്പോൾ എൻ്റെ കാശ് പോകുന്നുണ്ടോ അറിയാമല്ലോ. എൻ്റെ ശമ്പളത്തെ പിടിക്കും. തകിട് കയറിയാണ് പെയിൻറ്റ് പോയാൽ കുഴപ്പമില്ല. തകിട് കയറി എൻ്റെ കാശാണ്. ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല. അത് തെറ്റല്ലേ? അത് എന്തെങ്കിലും ആയിക്കോട്ടെ, വേണ്ട. അത് അതേപ്പറ്റി പറയണ്ട. അമ്മേ നിങ്ങൾ സൈഡാക്കി കുറച്ച് വലത്തൂടെ പിടിക്കണ്ടായിരുന്നു. വലത്തൂടെ പിടിക്കാൻ ഞങ്ങളാണ് പോയത്. അതും നടന്നില്ല. 500 രൂപ പണിയുള്ളൂ. 500 രൂപ പണിയുള്ളൂ. 500 രൂപ എൻ്റെ പണി ഇപ്പോൾ ചെയ്തില്ല അവർ. അത് ഇട്ടേക്ക്. എന്നിട്ട് CF ആകുമ്പോഴേ അത് ചെയ്തത്. പിടി പിടിക്കണം. ജോലി പോകുന്ന കോളാണ്. കുഴപ്പമില്ല. അതിനെന്താ KSRTC നമ്മളതല്ലേ, നമുക്ക് വീഡിയോ പിടിക്കാം. ഓപ്പൺ ആയിട്ട് പ്രശ്നമില്ല. കാരണം പറഞ്ഞാൽ എന്നെ ഇത് നിങ്ങളെ ഭാഗത്ത് തെറ്റില്ല. അപ്പൊ നിങ്ങളെ ജോലി പോകില്ലല്ലോ. എൻ്റെ പേര് എഴുതി വെക്കും. നിങ്ങളെ ഭാഗത്ത് തെറ്റില്ല. നിങ്ങളെ ഭാഗത്ത് തെറ്റില്ല. നിങ്ങളെ ഭാഗത്ത് തെറ്റില്ല. അവരുടെ ഭാഗത്ത് തെറ്റി. KSEB-ന്റെ വണ്ടി. അപ്പൊ നിങ്ങളെ ജോലി പോകില്ല. 500 ചിലപ്പോൾ 600 ഇതിലേക്ക് 700 രൂപ പിടിക്കും. ഇത്രയും കയറി 700 പിടിക്കും. ആ സമയത്ത് അതുകൊണ്ടാണ് നിങ്ങൾ ന്യായമായിട്ട് 500 രൂപ അല്ല വലിയ പൈസ ഉണ്ടാവും. വലിയ പൈസ പോട്ടെ, എൻ്റെ പോട്ടെ. നമ്മളും രണ്ടിടത്ത് കയറിയിട്ടുണ്ടല്ലേ? നിങ്ങൾ ആദ്യം എന്ത് വണ്ടിയിലേക്ക് എവിടെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളെ? ഞാൻ ഇത് വഴി വന്നിട്ടുണ്ട്. അല്ലല്ല, വേറെ ഏതോ വണ്ടിയിൽ KSRTC-യിലല്ല. അതിൻ്റെ മുന്നേ ഏതോ ഇല്ല. പത്തനംതിട്ട രണ്ടാളും പത്തനംതിട്ടയാ. പത്തനംതിട്ട KSRTC 500 രൂപ മുതുങ്ങി. അല്ലെങ്കിൽ പ്രൈവറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ 700 രൂപയിൽ പിടിക്കും. അല്ല അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ പറ്റിയതാണ്. ഞാൻ 500 രൂപ ഞാൻ അദ്ദേഹത്തിന് ഇത് വാങ്ങിച്ചിട്ടൊന്ന് എഴുതി കൊടുക്കും. അപ്പം 500 രൂപ പിടിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് ഇതിപ്പോ വേറെ കാര്യമുണ്ട്. ഇതിപ്പോ അവിടെ ചെല്ലുമ്പോ അവര് ചിലപ്പോ ഇതെല്ലാം കൂടെ നോക്കിട്ട് വേണമെങ്കിൽ കഴിഞ്ഞില്ലേ? നിങ്ങൾ കഴിഞ്ഞില്ല. ഇത് പോയിക്കോ. നിങ്ങൾ യാത്രക്കാർ സ്വീപ്പാക്കണ്ട. വിട്ടോ. ഇതിപ്പോ നിങ്ങള് റോങ് സൈഡ് കയറിയിട്ട് വരെ തട്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കും. നിങ്ങൾ കൊടുക്കും. കയ്യിൽ നിന്ന് കൊടുക്കും. ഒന്നി കൈ കൊടുക്കണം, അല്ലെങ്കിൽ GD സ്റ്റേഷനിൽ വിളിച്ച് അല്ല റോങ് ആയിട്ട് കയറിയാലോ. റോങ് ആയിട്ട് കയറി കഴിഞ്ഞാൽ എന്റെ പൈസ പോകും. അല്ലാതെ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കും. അല്ല റോങ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ കയ്യിൽ പൈസ കൊടുക്കും. കയറിയാൽ ഞാൻ പൈസ കൊടുക്കണം. ഇതിനകത്ത് പറഞ്ഞ് എന്ത് വന്നാലും നിയമപരമായിട്ടാണെങ്കിൽ റോങ് അല്ലായിട്ട് ഇൻഷുറൻസ് കമ്പനിയോ GD ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ കൊടുത്തവർ. അല്ല അത് റോങ് അല്ല. റോങ് ആയിട്ടല്ലേ ചോദിക്കണത്. നമ്മളിപ്പോ സാധാ പോണ പോക്കില് വലിയ എമൗണ്ട് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. 10, 500, 1000 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലാതെ വലുതൊന്നും കൊടുക്കാൻ ശരി ചോദിച്ചു ജസ്റ്റ് ഞങ്ങൾ